ഫിംഗർ മില്ലറ്റ് എന്നറിയപ്പെടുന്ന മുത്താറി അഥവാ റാഗിയെക്കുറിച്ച് അറിയേണ്ട എല്ലാ വിവരങ്ങളും മലയാളത്തിൽ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നു. ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആയുർമന്ത്ര ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, പാലക്കാട്. പഞ്ഞപ്പുല്ല്, കൂവരക്, റാഗി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെറുധാന്യമാണ് മുത്താറി. ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നാണ് ഈ ചെറുധാന്യത്തെ പറയുന്നത്. കാൽസ്യം, ഇരുമ്പ് എന്നീ ധാതുക്കളും ധാരാളം അടങ്ങിയതിനാൽ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ പറ്റിയ ധാന്യമാണ് മുത്താറി. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽസ്യം, കൊഴുപ്പ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ടിതിൽ. വിറ്റാമിൻ എ, തയാമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ എന്നീ ഘടകങ്ങളും ഫോസ്ഫറസ് എന്ന ധാതുവും അടങ്ങിയിരിക്കുന്നു. പ്രമേഹരോഗികൾക്കു റാഗി ഉത്തമാഹാരമാണ്. ശ്രീലങ്കയിലും നേപ്പാളിലും മുത്താറി പ്രധാന ഭക്ഷ്യധാന്യമായി ഉപയോഗിച്ചുവരുന്നു. വളരുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും അസ്ഥികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്ത കാൽസ്യത്തിന്റെ മികച്ച ഉറവിടമാണ് ഫിംഗർ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ് പതിവായി കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള രോഗങ്ങളെ അകറ്റി നിർത്തുകയും എല്ല് ഒടിവുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഫിംഗർ മില്ലറ്റിലെ ഫൈറ്റോകെമിക്കലുകൾ ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. പ്രമേഹത്തിന്റെ അവസ്ഥയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അരി, ഗോതമ്പ് എന്നിവയേക്കാൾ ഉയർന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഫിംഗർ മില്ലറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമം പ്രമേഹരോഗികളെ സഹായിക്കുന്നു. കൂടാതെ ഫിംഗർ മില്ലറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണത്തിന് ഗ്ലൈസെമിക് പ്രതികരണം കുറവാണെന്നും, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് കുറവാണെന്ന് വിവിധ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഫിംഗർ മില്ലറ്റിൽ ദഹിക്കുന്നതും അന്നജം ആഗിരണം ചെയ്യുന്നതും കുറയ്ക്കുന്ന ഘടകങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. ഫിംഗർ മില്ലറ്റ് ഉയർന്ന പോഷകഗുണമുള്ളതിനാൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ മുലകുടി നിർത്താനുള്ള ഭക്ഷണമായി ശുപാർശ ചെയ്യപ്പെടുന്നു. പതിവായി കഴിക്കുകയാണെങ്കിൽ പോഷകാഹാരക്കുറവ്, ജീർണിച്ച രോഗങ്ങൾ, അകാല വാർദ്ധക്യം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഫിംഗർ മില്ലറ്റ് സഹായിക്കും. അതിനാൽ ഫിംഗർ മില്ലറ്റ് വളരെ പോഷകഗുണമുള്ള ഒരു ധാന്യമാണ്. നല്ല ആരോഗ്യം നിലനിർത്താൻ ഇത് വളരെ പ്രയോജനകരമാണ്. അതിനാൽ പ്രവർത്തനക്ഷമമായ ഭക്ഷണങ്ങൾ എന്ന നിലയിൽ അവയുടെ സാധ്യതയുള്ള പങ്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ഉയർന്ന അളവിൽ കഴിക്കുന്നത് ശരീരത്തിലെ ഓക്സാലിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കും. അതിനാൽ വൃക്കയിലെ കല്ലുകൾ ഉള്ള രോഗികൾക്ക് ഫിംഗർ മില്ലറ്റ് ശുപാർശ ചെയ്യുന്നില്ല. ഫിംഗർ മില്ലറ്റ് വ്യത്യസ്ത രൂപങ്ങളിലും ഭക്ഷണത്തിനായി തയ്യാറാക്കി ആസ്വദിക്കാം. റാഗി റൊട്ടി, റാഗി ദോശ, റാഗി കഞ്ഞി, റാഗി ഉപ്പുമാവ്, റാഗി കേക്കുകൾ, റാഗി ബിസ്ക്കറ്റുകൾ എന്നിവ ഫിംഗർ മില്ലറ്റിന്റെ ചില ജനപ്രിയ വിഭവങ്ങളാണ്. വികസ്വര രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് ഏഷ്യയിലും ആഫ്രിക്കയിലും ഉള്ള നിരവധി ആളുകളുടെ ഭക്ഷണത്തിലും പോഷക സുരക്ഷയിലും ഫിംഗർ മില്ലറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, നേപ്പാൾ, ശ്രീലങ്ക മുതലായവയിലും ആഫ്രിക്കൻ രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്ക, എത്യോപ്യ, കെനിയ, ഉഗാണ്ട, നൈജീരിയ മുതലായ രാജ്യങ്ങളിലെ ദരിദ്രർക്കുള്ള പ്രധാന ഭക്ഷണമാണിത്. ഫിംഗർ മില്ലറ്റിൽ പോഷകസമ്പന്നമായ ഘടകങ്ങളായ ഭക്ഷണ നാരുകൾ, ധാതുക്കൾ, വിറ്റാമിനുകൾ, ഫൈറ്റോകെമിക്കലുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അവയിൽ നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഫിനോളിക് സംയുക്തങ്ങൾ ഉൾപ്പെടുന്നു. സസ്യങ്ങളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യകരമായ ജീവിതത്തിനുള്ള ഒരു പ്രധാന മാക്രോ ന്യൂട്രിയന്റാണ്. കാൽസ്യം ഘടനയിലും സിഗ്നലിലും ഇത് ഒഴിച്ചുകൂടാനാകാത്ത പങ്ക് വഹിക്കുന്നു. ഇതിന്റെ കുറവ് അസ്ഥികളുടെ സാന്ദ്രത, ഓസ്റ്റിയോപൊറോസിസ്, വൻകുടൽ കാൻസർ മുതലായവയ്ക്ക് കാരണമാകുന്നു. പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഒരു വലിയ വെല്ലുവിളിയായി തുടരുന്നു. ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയ അനാഥ വിളകൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വികസ്വര രാജ്യങ്ങളിലെ വിഭവദരിദ്രരായ കർഷകരുടെയും ഉപഭോക്താക്കളുടെയും ഭക്ഷ്യ സുരക്ഷയിലും ഉപജീവനത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നു. അരി, ഗോതമ്പ്, ചോളം,
തിന എന്നിവയുൾപ്പെടെയുള്ള ധാന്യങ്ങൾ ഈ രാജ്യങ്ങളിലെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പോഷകങ്ങളുടെ സമൃദ്ധമായ ഉറവിടങ്ങളാണ്. ഫിംഗർ മില്ലറ്റ് പോഷക സമൃദ്ധമായ വിളയാണ്. വികസ്വര രാജ്യങ്ങളിൽ ഫിംഗർ മില്ലറ്റ് ഭക്ഷണമായും വികസിത രാജ്യങ്ങളിൽ മൃഗങ്ങളുടെ തീറ്റയായും ഉപയോഗിക്കുന്നു. ഇത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വികസ്വര രാജ്യങ്ങളിലെ വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിലെ ഒരു പ്രധാന വിളയാണിത്. നാഡീപ്രേരണകളുടെ സംപ്രേക്ഷണം, പേശികളുടെ സങ്കോചവും വിശ്രമവും, രക്തം ശീതീകരണ കാസ്കേഡ്, എൻസൈമുകളുടെ സജീവമാക്കൽ, ഹോർമോൺ സ്രവണം, ഉത്തേജനം തുടങ്ങി മനുഷ്യശരീരത്തിൽ തുടങ്ങി നിരവധി അടിസ്ഥാന നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് കാൽസ്യം ആവശ്യമാണ്. വൻകുടൽ, അണ്ഡാശയം, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾ എന്നിവയുൾപ്പെടെയുള്ള അർബുദങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും ഇത് സഹായിക്കുന്നു. ഗർഭപിണ്ഡത്തിന്റെ അസ്ഥികൂടത്തിന്റെ വികാസത്തിനും ജനനത്തിനു മുമ്പുള്ള രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനും ഗർഭിണികളായ സ്ത്രീകളിൽ പ്രീക്ലാംസിസ് ഒഴിവാക്കുന്നതിനും കാൽസ്യം കഴിക്കുന്നത് പ്രധാനമാണ്. ലോകമെമ്പാടുമുള്ള 3.5 ബില്യൺ ആളുകൾ കാൽസ്യത്തിന്റെ കുറവ് അനുഭവിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും 90% ആളുകളെയും ബാധിക്കുന്നു. വികസ്വര രാജ്യങ്ങളായ ഏഷ്യയിലും ആഫ്രിക്കയിലും കാൽസ്യത്തിന്റെ കുറവ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ്. കാൽസ്യത്തിന്റെ കുറഞ്ഞ അളവിലുള്ള മനുഷ്യന്റെ ഭക്ഷണക്രമം ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള രോഗങ്ങളുമായും പരോക്ഷമായി റിക്കറ്റുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രായമായ ജനസംഖ്യയുടെ 80% ഇടയിലും കുറഞ്ഞ കാൽസ്യത്തിന്റെ അളവിലുള്ള അത്തരം ഭക്ഷണരീതികൾ വ്യാപകമാണ്. തൽഫലമായി ലോകമെമ്പാടുമുള്ള ഓസ്റ്റിയോപൊറോസിസ് ബാധിക്കുന്നു. ഓസ്റ്റിയോപൊറോസിസ്, ഓസ്റ്റിയോപീനിയ എന്നിവയുടെ രൂപത്തിലാണ് പ്രായമായ ജനസംഖ്യ കൂടുതലും കാൽസ്യത്തിന്റെ കുറവ് ബാധിക്കുന്നത്. ബോൺ ഡീകാൽസിഫിക്കേഷന്റെയും ഡീമിനറലൈസേഷന്റെയും ആരംഭം അസ്ഥിപിണ്ഡം കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഇത് 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിലും ആർത്തവവിരാമം നേരിടുന്ന സ്ത്രീകളിലും ഓസ്റ്റിയോപൊറോസിസിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് 80% സ്ത്രീകളും ഓസ്റ്റിയോപൊറോസിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിൽ ഓസ്റ്റിയോപൊറോസിസ് ഒരു പ്രധാന പ്രശ്നമാണ്. യൂറോപ്പ്, അമേരിക്ക, ജപ്പാൻ എന്നിവിടങ്ങളിലെ 75 ദശലക്ഷം ആളുകളെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ചതിനുശേഷം ലോകാരോഗ്യ സംഘടന ഓസ്റ്റിയോപൊറോസിസിനെ ആഗോളതലത്തിൽ അടുത്ത പ്രധാന പൊതുജനാരോഗ്യ സംരക്ഷണമായി കണക്കാക്കി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറവായിരിക്കുമ്പോഴാണ് ഹൈപ്പോകാൽസെമിയ രോഗം മനുഷ്യശരീരത്തിൽ ഉണ്ടാകുന്നത്. പാലും പാലുൽപ്പന്നങ്ങളും മനുഷ്യന്റെ ഭക്ഷണത്തിൽ കാൽസ്യത്തിന്റെ പ്രധാന ഉറവിടങ്ങളിലൊന്നാണ്. ആളുകൾ പ്രതിദിനം 1 ലിറ്റർ പാൽ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ശുപാർശ ചെയ്യുന്ന അളവ് 1000 മുതൽ 1300 മില്ലിഗ്രാം കാൽസ്യം ലഭിക്കും. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വികസ്വര രാജ്യങ്ങളിൽ താമസിക്കുന്ന മിക്ക ദരിദ്രർക്കും പ്രതിദിനം 1 ലിറ്റർ പാൽ വാങ്ങാനും ഉപഭോഗം ചെയ്യാനും കഴിയില്ല. ഇത്തരക്കാർ പ്രതിദിനം 500 മില്ലിയിൽ താഴെ പാൽ ഉപയോഗിക്കുന്നു. ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ ശുപാർശ ചെയ്യുന്ന പാലിന്റെ ലഭ്യതക്കുറവും ലാക്ടോസ് അസഹിഷ്ണുതയും കാൽസ്യത്തിന്റെ കുറവിലേക്ക് നയിക്കുന്നു. സസ്യങ്ങൾ വിലകുറഞ്ഞതും സൗകര്യപ്രദവും ബദൽ കാൽസ്യം എന്ന ഭക്ഷണ സ്രോതസ്സുമാണ്. കാൽസ്യം കുറവുള്ള ധാന്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആളുകൾ പതിവായി ഉപയോഗിക്കുന്നു. പ്രധാന ധാന്യവിളകൾ കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക് മതിയായ അളവിൽ കാൽസ്യം നൽകുന്നില്ല. മറ്റ് പ്രധാന ധാന്യങ്ങളെ അപേക്ഷിച്ച് ഫിംഗർ മില്ലറ്റിൽ ഉയർന്ന അളവിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന്
100 ഗ്രാം ഫിംഗർ മില്ലറ്റിൽ 344 കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ്, ചോളം, അരി എന്നിവയേക്കാൾ ഏകദേശം 10 മടങ്ങ് കൂടുതലാണ്. പാലിനേക്കാൾ 3 ഇരട്ടി കൂടുതലും. അതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ വികസ്വര രാജ്യങ്ങളിലെ കാൽസ്യം സമ്പന്നമായ വിളയുടെ ഒരു ഉദാഹരണമാണ് ഫിംഗർ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ് ധാന്യങ്ങളിൽ മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് ഫോസ്ഫറസ്, ഇരുമ്പ്, മാംഗനീസ് തുടങ്ങിയ ധാതുക്കളുടെ ഉയർന്ന ഉള്ളടക്കവും അടങ്ങിയിരിക്കുന്നു. പ്രാണികളുടെ കേടുപാടുകൾ കൂടാതെ വിത്തുകൾ 5 വർഷത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ കഴിയും. ഇത് ക്ഷാമബാധിത പ്രദേശങ്ങളിൽ ഒരു വിലയേറിയ വിളയായി മാറുന്നു. അരിയും ഗോതമ്പും പോലുള്ള വിളകൾ ഭക്ഷ്യസുരക്ഷ നൽകുന്നു, എന്നാൽ ഫിംഗർ മില്ലറ്റ് ലോകത്തിന് പോഷക സുരക്ഷ നൽകുന്നു. ഫിംഗർ മില്ലറ്റിന്റെ പോഷക പ്രാധാന്യവും ആരോഗ്യ ഗുണങ്ങളുമാണ് ഇനി പറയുന്നത്. മികച്ച ധാന്യങ്ങൾക്കും ഗ്ലൂട്ടൻ രഹിത ധാന്യ ഉൽപ്പന്നങ്ങൾക്കും അടുത്ത് മൊത്തം കലോറി ഉപഭോഗത്തിന്റെ 75% നൽകിക്കൊണ്ട് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വിഭവദരിദ്ര രാജ്യങ്ങളിൽ ഫിംഗർ മില്ലറ്റുകൾ ഒരു പ്രധാന ഭക്ഷണമായി വർത്തിക്കുന്നു. ഉയർന്ന അളവിലുള്ള നാരുകൾ, ഇരുമ്പ്, സിങ്ക്, കാൽസ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, വിറ്റാമിൻ ബി, അവശ്യ അമിനോ ആസിഡുകൾ എന്നിവ കാരണം ഇത് അരി, ഗോതമ്പ് എന്നിവയേക്കാൾ പോഷകപരമായി മികച്ചതാണ്. ഫിംഗർ മില്ലറ്റിൽ മറ്റു മില്ലറ്റുകളേക്കാൾ കൂടുതൽ ലൈസിൻ, ത്രയോണിൻ, വാലൈൻ എന്നിവയുണ്ട്. ഫൈറ്റേറ്റ്സ്, പോളിഫെനോൾസ്, ടാനിൻസ്, ട്രൈപ്സിൻ ഇൻഹിബിറ്ററി ഘടകങ്ങൾ, ഡയറ്ററി ഫൈബർ എന്നിവയുൾപ്പെടെയുള്ള ആന്റി ന്യൂട്രിയന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫിംഗർ മില്ലറ്റിന്റെ ഡയറ്ററി ഫൈബറും പോളിഫെനോളുകളും ആന്റി ഡയബറ്റിക്, ആന്റി ഓക്സിഡന്റ്, ഹൈപ്പോ കൊളസ്ട്രോലെമിക്, ആന്റിമൈക്രോബിയൽ, പോഷകങ്ങളുടെ ആഗിരണത്തിൽ കാലതാമസം, മലമൂത്ര വിസർജനം വർദ്ധിപ്പിക്കൽ, രക്തത്തിലെ ലിപിഡ് ഇഫക്റ്റുകൾ കുറയ്ക്കൽ എന്നിങ്ങനെ വിവിധ ആരോഗ്യ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഫിനോളിക് ആസിഡുകളും അവയുടെ ഡെറിവേറ്റീവുകളും ഡീഹൈഡ്രോട്ടിഫെറുലേറ്റുകളും ഫ്ലാവൻ നെഗറ്റീവ് 3 ഓൾ മോണോമറുകളും ഡൈമറുകളും ഫ്ലേവണുകളും തുടങ്ങി നിരവധി വിഭാഗങ്ങളിൽ പെട്ട 50ലധികം ഫിനോളിക് സംയുക്തങ്ങൾ ഫിംഗർ മില്ലറ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഫിംഗർ മില്ലറ്റിന്റെ ഫിനോളിക് സംയുക്തങ്ങളായ ഗാലിക്, പ്രോട്ടോകാർഡക്യുയിക്, പിഹൈഡ്രോക്സി ബെൻസോയിക്, പിഗുമാരിക്, വാനിലിക്, സിറിഞ്ചിക്, ഫെറുലിക്, ട്രാൻസ് സിനാമിക് ആസിഡുകൾ, ക്വെർസെറ്റിൻ എന്നിവ പ്രധാന ആന്റിഡയബറ്റിക്, ആന്റിഓക്സിഡന്റ് ഗുണങ്ങൾ പ്രകടിപ്പിക്കുകയും തിമിരത്തെ ഫലപ്രദമായി തടയുകയും ചെയ്യുന്നു. ഫിംഗർ മില്ലറ്റ് മിനുക്കിയ അരിയേക്കാൾ കുറവ് ഗ്ലൂക്കോസ് നൽകുന്നു. ഇത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. അരി, ഗോതമ്പ് എന്നിവയേക്കാൾ ഉയർന്ന ഫൈബർ ഉള്ളടക്കവും പോഷകവിരുദ്ധ ഘടകങ്ങളും കാരണം ഫിംഗർ മില്ലറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണത്തിന്റെ ഉപയോഗം പ്ലാസ്മ ഗ്ലൂക്കോസിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ കാരണമാകുന്നു. നാഡി വളർച്ചാ ഘടകത്തിന്റെ ഉൽപാദനത്തിലും ആദ്യകാല പ്രമേഹാവസ്ഥയിൽ മുറിവ് ഉണക്കുന്ന ഗുണങ്ങളിലും ഇത് ഗുണം ചെയ്യും. ഫിംഗർ മില്ലറ്റിന്റെ ധാന്യങ്ങൾക്കും വിവിധ ഭാഗങ്ങൾക്കും പ്രമേഹരോഗികളെ തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള കഴിവുണ്ട്. പൊണ്ണത്തടി, പുകവലി, അനാരോഗ്യകരമായ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം എന്നിവ കാരണം ആഗോളതലത്തിൽ മിക്ക രാജ്യങ്ങളും ഉയർന്നതും വർദ്ധിച്ചുവരുന്നതുമായ ഹൃദയരോഗങ്ങൾ അഭിമുഖീകരിക്കുന്നു. ഇത് ഹൈപ്പർലിപിഡെമിക് എലികളിലെ പ്ലാസ്മ ട്രൈഗ്ലിസറൈഡുകൾ കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുകയും ചെയ്യുന്നു. ആന്റിഓക്സിഡന്റുകളും ഫിനോളിക്സും അടങ്ങിയ ഫിംഗർ മില്ലറ്റ് ധാന്യങ്ങൾക്ക് ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രായമാകൽ, മെറ്റബോളിക് സിൻഡ്രോം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാനും കഴിയും. കാർഷിക മേഖലയിലെ ഗവേഷണത്തിന്റെ പ്രധാന മുൻഗണനാ മേഖലകളിലൊന്നാണ് വിള മെച്ചപ്പെടുത്തൽ. കാൽസ്യത്തിന്റെ കുറവ് ലോകമെമ്പാടുമുള്ള ഒരു വ്യാപകമായ പ്രശ്നമാണ്. എന്നിരുന്നാലും ഫിംഗർ മില്ലറ്റ് വിത്തുകളിൽ കാൽസ്യം ശേഖരണത്തിന്റെ സംവിധാനങ്ങൾ മനസ്സിലാക്കാൻ വളരെ കുറച്ച് ശ്രമങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഫിംഗർ മില്ലറ്റ് ലോകത്ത് വികസിത പ്രദേശങ്ങൾ വളർത്തുകയും ഉപഭോഗം ചെയ്യുകയും ചെയ്യുന്നതിന്റെ കാരണമായിരിക്കാം ഇത്. ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും ഭക്ഷ്യ ആവശ്യവും നിറവേറ്റുന്നതിനായി കാൽസ്യം ട്രാൻസ്പോർട്ടറുകളുടെ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ റെഗുലേഷനെക്കുറിച്ചുള്ള കൂടുതൽ പഠനം ഫിംഗർ മില്ലറ്റ് ഉൽപാദനത്തിൽ അവരെ ചൂഷണം ചെയ്യുന്നതിന് നന്നായി ട്യൂൺ ചെയ്യേണ്ടതുണ്ട്.
അടുത്തിടെ ക്ലസ്റ്റേർഡ് റെഗുലർ ഇന്റർസ്പേസ്ഡ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് അനുബന്ധ പ്രോട്ടീൻ 9 ജീൻ എഡിറ്റിംഗ് ടൂൾ വിള മെച്ചപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവിയിൽ കാൽസ്യം ട്രാൻസ്പോർട്ടർ ജീനുകളിൽ പ്രയോഗിക്കുകയും ഫിംഗർ മില്ലറ്റിന്റെ വിത്തുകളിലെ കാൽസ്യം ശേഖരണം മെച്ചപ്പെടുത്തുകയും ചെയ്യാം. ഉയർന്ന കാൽസ്യം ഉള്ളടക്കമുള്ള ഫിംഗർ മില്ലറ്റ് ജീനോടൈപ്പ് ലോകമെമ്പാടുമുള്ള കാൽസ്യം കുറവ് കുറയ്ക്കാൻ സഹായിക്കും. ദരിദ്ര ജനവിഭാഗങ്ങളുടെ വാതിൽപ്പടിയിൽ പോഷക സാന്ദ്രമായ വിളകൾ എത്തിച്ച് പോഷകക്ഷാമം മറികടക്കാനുള്ള ഭക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫൈഡ് വിളകളിൽ, പ്രത്യേകിച്ച് ഫിംഗർ മില്ലറ്റിൽ ഉയർന്ന അളവിൽ പ്രോട്ടീനുകൾ, അവശ്യ അമിനോ ആസിഡുകൾ, ധാതുക്കൾ, വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇത് ലോകത്തിലെ ഏറ്റവും ദുർബലരായ ജനസംഖ്യയിൽ മറഞ്ഞിരിക്കുന്ന വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ധാന്യങ്ങളിലും കാൽസ്യത്തിന്റെ ഏറ്റവും സമ്പന്നമായ ഉറവിടമായതിനാൽ ഫിംഗർ മില്ലറ്റിനെ ഒരു സൂപ്പർ ധാന്യം എന്ന് വിളിക്കുന്നു. ഫിംഗർ മില്ലറ്റ് ഉൾപ്പെടെയുള്ള ജൈവ ഉറപ്പുള്ള വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് കുറഞ്ഞ മുതൽ മുടക്കിൽ പോഷകഗുണമുള്ള ഭക്ഷണം എളുപ്പത്തിൽ ലഭിക്കും. അതിനാൽ ആഗോള ജൈവ സമ്പുഷ്ടീകരണ പരിപാടികളിലേക്ക് ഫിംഗർ മില്ലറ്റ് പോലെയുള്ള പ്രകൃതിദത്തമായി കാൽസ്യം സമ്പന്നമായ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് കാൽസ്യം പോഷകാഹാരക്കുറവ് ലഘൂകരിക്കുന്നതിനുള്ള ഒരു നല്ല തുടക്കമാണ്. ഫിംഗർ മില്ലറ്റ് ഒരു വാർഷിക സ്വയം പരാഗണം നടത്തുന്ന ടെട്രാപ്ലോയിഡ് ധാന്യവിളയാണ്. കൂടുതലും ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും അർദ്ധവരണ്ട പ്രദേശങ്ങളിൽ പോഷകഗുണമുള്ള വിത്തുകൾക്കായി വളർത്തുന്നു. അതിന്റെ പൊതുവായ പേര് വിത്ത് തലയുടെ വിരലുകളുള്ള മുകളിലേക്ക് തിരിഞ്ഞ കൈയുമായി സാമ്യമുള്ളതിനെ സൂചിപ്പിക്കുന്നു. വരൾച്ച, ലവണാംശം, കുറഞ്ഞ ഫലഭൂയിഷ്ഠത എന്നിവയെ സഹിഷ്ണുത കാണിക്കുന്ന വിള. താരതമ്യേന കുറച്ച് കീടങ്ങളും രോഗങ്ങളും ഉണ്ട്. കാലാവസ്ഥാ പ്രതിരോധശേഷി, പോഷകഗുണങ്ങൾ, ചെറുകിട കർഷകരുടെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള പ്രാധാന്യം എന്നിവ കാരണം ഫിംഗർ മില്ലറ്റിന് ഇപ്പോൾ കാലഹരണപ്പെട്ട ഗവേഷണ ശ്രദ്ധ ലഭിക്കുന്നു. ഫിംഗർ മില്ലറ്റ് ആഫ്രിക്കയിലും ഇന്ത്യയിലും വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് യുഗത്തിന്റെ തുടക്കത്തിൽ കിഴക്കൻ ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ ഉഗാണ്ട മുതൽ എത്യോപ്യ വരെ ഉയർന്ന പ്രദേശങ്ങളിൽ വളർത്തിയെടുത്തിരുന്നത്. ഏറ്റവും പഴക്കം ചെന്ന ഉഷ്ണമേഖലാ ആഫ്രിക്കൻ ധാന്യങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഫിംഗർ മില്ലറ്റിന്റെ പുരാവസ്തുരേഖകൾ കുറവാണ്. എന്നാൽ വിതരണവും ഭാഷാപരവും ചരിത്രപരവുമായ തെളിവുകൾ ഫിംഗർ മില്ലറ്റിന്റെ ഇന്ത്യൻ ഉദ്ഭവത്തെക്കാൾ ആഫ്രിക്കക്കാരനെ സൂചിപ്പിക്കുന്നതായി തോന്നുന്നു. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് അത് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക്, ഏകദേശം 800 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലേക്ക്, തെക്കിഴക്കൻ ഏഷ്യയിലേക്ക് വ്യാപിക്കുന്നതിനു മുമ്പ് ആഫ്രിക്ക മുതൽ ജപ്പാൻ, ഓസ്ട്രേലിയ വരെയുള്ള ചൂടുള്ള മിതശീതോഷ്ണ പ്രദേശങ്ങളിൽ ഇത് വ്യാപകമാണ്. ദക്ഷിണേന്ത്യയിലും ആഫ്രിക്കൻ താഴ്ന്ന പ്രദേശങ്ങളിലും വളരുന്ന ഫിംഗർ മില്ലറ്റ് ഇനങ്ങൾ രൂപശാസ്ത്രപരമായി വേർതിരിച്ചറിയാൻ കഴിയില്ല. കൃഷി ചെയ്യുന്ന ഒരു വിള എന്ന നിലയിൽ കിഴക്കൻ ആഫ്രിക്കയിലും തെക്കൻ ആഫ്രിക്കയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഇത് നിലവിൽ ഏറ്റവും പ്രധാനമാണ്. കൂടാതെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ കൃഷി ചെയ്യപ്പെടുന്നു. തെക്കിഴക്കൻ ഏഷ്യയിൽ ഇത് ചെറിയ തോതിൽ വളരുന്നു, അതുവഴി വാണിജ്യ പ്രാധാന്യം നേടുന്നില്ല. ഫിംഗർ മില്ലറ്റ് കിഴക്കൻ ആഫ്രിക്കൻ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉദ്ഭവിച്ചതെന്നും പിന്നീട് ഇന്ത്യയിൽ അവതരിപ്പിക്കുകയും വളർത്തുകയും ചെയ്തുവെന്നാണ് നിഗമനം. ഇന്ത്യൻ ശേഖരങ്ങളെക്കാൾ ആഫ്രിക്കൻ ജെർംപ്ലാസ്മിൽ താരതമ്യേന വലിയ വൈവിധ്യം കാണിക്കുന്നു. ആഫ്രിക്ക ഉദ്ഭവത്തിന്റെ പ്രാഥമിക കേന്ദ്രമാകുമെന്ന വീക്ഷണത്തെ സാധൂകരിക്കുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഫിംഗർ മില്ലറ്റ് കൃഷിയുടെ നീണ്ട ചരിത്രം, പ്രകൃതിദത്തമായ മ്യൂട്ടേഷനുകളുടെയും മനുഷ്യ തിരഞ്ഞെടുപ്പിന്റെയും അകമ്പടിയോടെ ഇന്ത്യയിൽ ഭൂപ്രദേശങ്ങളിലും പ്രാദേശിക കൃഷികളിലും വലിയ വൈവിധ്യം സൃഷ്ടിക്കാൻ കാരണമായി. വിരലിന്റെ നീളം, വിരലിന്റെ വീതി, വിരൽ നമ്പർ, ധാന്യങ്ങളുടെ വിളവ്, ചെവിയുടെ ഭാരം, മൊത്തം ജൈവാംശം, ഇലകളുടെ എണ്ണം എന്നിങ്ങനെ സാമ്പത്തികമായി പ്രാധാന്യമുള്ള പ്രതീകങ്ങൾക്ക് ഇന്ത്യൻ ജെർപ്ലാസ്മിലെ വിവിധ പ്രതീകങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠനം ഇന്ത്യയെ ദ്വിതീയ കേന്ദ്രമായി സൂചിപ്പിക്കുന്നു. ഫിംഗർ മില്ലറ്റ് ധാന്യങ്ങൾക്കായി വളർത്തുന്ന ഒരു ധാന്യപ്പുല്ലാണ്. ഫിംഗർ മില്ലറ്റ് 170 സെന്റിമീറ്റർ വരെ ഉയരമുള്ള, ദൃഢമായ, മുഴകളുള്ള ഉഴലുന്ന വാർഷിക പുല്ലാണ്. പൂങ്കുലകൾ 4 മുതൽ 19 വരെ വിരലുകൾ പോലെയുള്ള സ്പൈക്കുകളുള്ള ഒരു പാനിക്കിളാണ്. അത് മുതിർന്നപ്പോൾ മുഷ്ടിയോട് സാമ്യമുള്ളതാണ്. വിത്ത് പെരികാർപ്പ് കേർണലിൽ നിന്ന് സ്വതന്ത്രമാണ്. വിത്ത് കോട്ടിൽ നിന്ന് എളുപ്പത്തിൽ നീക്കം ചെയ്യാം.
പല ആഫ്രിക്കൻ, ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലും ഫിംഗർ മില്ലറ്റ് ഒരു പ്രധാന ഭക്ഷണമാണ്. പഞ്ഞക്കാലത്ത് എളുപ്പത്തിൽ സംഭരിക്കാൻ കഴിയുന്നതിനാൽ ഇത് സഹായകരമായ ക്ഷാമവിളയായി കണക്കാക്കപ്പെടുന്നു. ധാന്യം എളുപ്പത്തിൽ ദഹിപ്പിക്കാവുന്നതും ഉയർന്ന പോഷകഗുണമുള്ളതും വൈവിധ്യമാർന്നതുമാണ്. കൂടാതെ അരി പോലെ പാകം ചെയ്യാം, കഞ്ഞി അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. മുളപ്പിച്ച ധാന്യങ്ങൾ ശിശുക്കൾക്കും പ്രായമായവർക്കും ശുപാർശ ചെയ്യുന്നു. ഫിംഗർ മില്ലറ്റ് മദ്യവും ബിയറും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി വളരുന്ന ഒരു പ്രധാന ചെറുധാന്യമാണ്. എല്യുസൈൻ കോറാക്കാന എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഗോതമ്പ്, അരി, ചോളം, സോർഗം, ബജ്ഡ എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയിലെ ഉൽപാദനത്തിൽ 6ാം സ്ഥാനത്താണ് ഇത്. ഇന്ത്യയിൽ റാഗി കർണാടകയിലും ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഒഡീഷ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, ഗോവ എന്നിവിടങ്ങളിൽ പരിമിതമായ അളവിലുമാണ് കൃഷി ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും. പ്രാദേശിക ഭാഷകളിൽ ഇതിന് വ്യത്യസ്ത പേരുകളുണ്ട്. ഇന്ത്യയിൽ ഫിംഗർ മില്ലറ്റിനെ സാധാരണയായി കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ റാഗി, ഹിന്ദിയിൽ മണ്ടുവ അഥവാ മംഗൽ, ഹിമാചൽ പ്രദേശിൽ കോദ്ര, ഒറിയയിൽ മാണ്ഡിയ, തെലങ്കാനയിൽ തൈതാലു, തമിഴിൽ കേഴ്വരക് എന്നിങ്ങനെ വിവിധ പേരുകളിൽ വിളിക്കുന്നു. ഫിംഗർ മില്ലറ്റ് ഏറ്റവും പോഷകസമൃദ്ധമായ ധാന്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഫിംഗർ മില്ലറ്റിൽ ഏകദേശം 5 മുതൽ 8% വരെ പ്രോട്ടീൻ, 1 മുതൽ 2% വരെ ഈതർ എക്സ്ട്രാക്റ്റീവുകൾ, 65 മുതൽ 75% വരെ കാർബോഹൈഡ്രേറ്റ്, 15 മുതൽ 20% വരെ ഡയറ്ററി ഫൈബർ, 2.5 മുതൽ 3.5% വരെ ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. എല്ലാ ധാന്യങ്ങളിലും തിനകളിലും ഫിംഗർ മില്ലറ്റിൽ ഏറ്റവും കൂടുതൽ കാൽസ്യവും 344% വരെ പൊട്ടാസ്യവും 408% വരെ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങളിൽ കൊഴുപ്പ് കുറവാണ്, 1.3%. കൂടാതെ പ്രധാനമായും അപൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ഫിംഗർ മില്ലറ്റിൽ ശരാശരി 336 കിലോ കലോറി ഊർജമുണ്ട്. എന്നിരുന്നാലും മില്ലറ്റിൽ 0.48% ഫൈറ്റേറ്റ്സ്, 0.61% പോളിഫെനോൾസ്, ടാനിൻസ്, ട്രൈപ്സിൻ ഇൻഹിബിറ്ററി ഘടകങ്ങൾ, ഡയറ്ററി ഫൈബർ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇവ ഒരു കാലത്ത് ലോഹചേലിംഗ്, എൻസൈം ഇൻഹിബിഷൻ പ്രവർത്തനങ്ങൾ എന്നിവ കാരണം ആന്റിന്യൂട്രിയന്റുകളായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് അവയെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നാണ് വിളിക്കുന്നത്. ഗ്ലൂട്ടൻസ് അല്ലാത്തതിനാൽ ഗ്ലൂട്ടൻ അലർജിയും സീലിയാക് രോഗവും ഉള്ള ആളുകൾക്ക് ഫിംഗർ മില്ലറ്റ് സുരക്ഷിതമാണ്. ഇത് ആസിഡ് രൂപപ്പെടുന്നില്ല, അതിനാൽ ദഹിപ്പിക്കാൻ എളുപ്പമാണ്. ഫിംഗർ മില്ലറ്റിൽ ട്രിപ്റ്റോഫാൻ, ത്രിയോണിൻ, വാലൈൻ, അസോലൂസിൻ, മെഥിയോനോയിൻ തുടങ്ങിയ അമിനോ ആസിഡുകൾ ധാരാളം അടങ്ങി. വളരുന്ന കുട്ടികൾക്കും പ്രായമായവർക്കും അസ്ഥികളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന പ്രകൃതിദത്ത കാൽസ്യത്തിന്റെ മികച്ച ഉറവിടമാണ് ഫിംഗർ മില്ലറ്റ്. ഫിംഗർ മില്ലറ്റ് പതിവായി കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള രോഗങ്ങളെ അകറ്റി നിർത്തുകയും ഒടിവുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ആരോഗ്യം, വാർദ്ധക്യം, ഉപാപചയ രോഗങ്ങൾ എന്നിവയിൽ പ്രധാന ഘടകമായ മില്ലറ്റ് ഭക്ഷണങ്ങളുടെ ആന്റിഓക്സിഡന്റ് പ്രവർത്തനത്തിന് ഫൈറ്റേറ്റുകൾ, പോളിഫെനോൾസ്,
ടാനിൻസ് എന്നിവ സംഭാവന ചെയ്യുമെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫിംഗർ മില്ലറ്റിലെ ഫൈറ്റോകെമിക്കലുകൾ ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കാൻ സഹായിക്കുന്നു. പ്രമേഹത്തിന്റെ അവസ്ഥയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. അരി, ഗോതമ്പ് എന്നിവയേക്കാൾ ഉയർന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഫിംഗർ മില്ലറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമം പ്രമേഹരോഗികളെ സഹായിക്കുമെന്ന് കണ്ടെത്തി. കൂടാതെ മുഴുവൻ ഫിംഗർ മില്ലറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണത്തിന് ഗ്ലൈസെമിക് പ്രതികരണം കുറവാണെന്നും, അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് കുറവാണെന്നും പഠനം കണ്ടെത്തി. മില്ലറ്റ് മാവിൽ ദഹിക്കുന്നതും അന്നജം ആഗിരണം ചെയ്യുന്നതും കുറയ്ക്കുന്ന ഘടകങ്ങളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. റാഗി മാവ് ഉയർന്ന പോഷകഗുണമുള്ളതിനാൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ മുലകുടി നിർത്താനുള്ള ഭക്ഷണമായി ശുപാർശ ചെയ്യപ്പെടുന്നു. ഫിംഗർ മില്ലറ്റ് പ്രകൃതിദത്തമായ ഇരുമ്പിന്റെ നല്ല ഉറവിടമാണ്. ഇതിന്റെ ഉപഭോഗം അനീമിയ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ഉയർന്ന കാൽസ്യവും ഇരുമ്പും ഉള്ളതിനാൽ റാഗി അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണങ്ങൾ ഗർഭിണികൾക്കും പ്രായമായവർക്കും വളരെ അനുയോജ്യമാണ്. ഫിംഗർ മില്ലറ്റ് കഴിക്കുന്നത് ശരീരത്തെ സ്വാഭാവികമായി വിശ്രമിക്കാൻ സഹായിക്കുന്നു. ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവയുടെ അവസ്ഥകളിൽ ഇത് പ്രയോജനകരമാണ്. മൈഗ്രെയിനുകൾക്കും ഇത് ഉപയോഗപ്രദമാണ്. രക്തസമ്മർദ്ദം, കരൾ തകരാറുകൾ, ആസ്ത്മ, ഹൃദയ ബലഹീനത എന്നിവയ്ക്ക് പച്ച റാഗി ശുപാർശ ചെയ്യുന്നു. പാലുൽപാദനം കുറവായ സാഹചര്യത്തിൽ മുലയൂട്ടുന്ന അമ്മമാർക്കും പച്ച റാഗി ശുപാർശ ചെയ്യുന്നു. പതിവായി കഴിക്കുകയാണെങ്കിൽ പോഷകാഹാരക്കുറവ്, ജീർണിച്ച രോഗങ്ങൾ, അകാല വാർദ്ധക്യം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ ഫിംഗർ മില്ലറ്റ് സഹായിക്കും. അതിനാൽ ഫിംഗർ മില്ലറ്റ് വളരെ പോഷകഗുണമുള്ള ഒരു ധാന്യമാണ്. നല്ല ആരോഗ്യം നിലനിർത്താൻ ഇത് വളരെ പ്രയോജനകരമാണ്. അതിനാൽ പ്രവർത്തനക്ഷമമായ ഭക്ഷണങ്ങൾ എന്ന നിലയിൽ അവയുടെ സാധ്യതയുള്ള പങ്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ഉയർന്ന അളവിൽ കഴിക്കുന്നത് ശരീരത്തിലെ ഓക്സാലിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കും. അതിനാൽ വൃക്കയിലെ കല്ലുകൾ ഉള്ള രോഗികൾക്ക് ശുപാർശ ചെയ്യുന്നില്ല. ഫിംഗർ മില്ലറ്റ് വ്യത്യസ്ത രൂപങ്ങളിലും തയ്യാറെടുപ്പുകളിലും ആസ്വദിക്കാം. റാഗി റൊട്ടി, റാഗി ദോശ, റാഗി കഞ്ഞി, റാഗി ഉപ്പുമാവ്, റാഗി കേക്കുകൾ, റാഗി ബിസ്ക്കറ്റുകൾ എന്നിവ ഫിംഗർ മില്ലറ്റിന്റെ ചില ജനപ്രിയ വിഭവങ്ങളാണ്. ആരോഗ്യ ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് റാഗി. പഞ്ഞപ്പുല്ല്, മുത്താറി എന്നീ പേരുകളിൽ എല്ലാം അറിയപ്പെടുന്ന ഇത് പോഷകഗുണങ്ങൾ ഉള്ളതിനാൽ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം കൂടിയാണ്. ആരോഗ്യ ഗുണം മാത്രമല്ല, പല അസുഖങ്ങൾക്കും ഇത് പരിഹാരമാണ്. പ്രത്യേകിച്ചും പ്രമേഹം പോലുള്ള രോഗങ്ങളെങ്കിൽ സീറോ കൊളസ്ട്രോൾ അടങ്ങിയ റാഗി തടി കുറയാനും ഏറെ നല്ലതാണ്. റാഗി കുറുക്കിയതും മറ്റും കുട്ടികൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ നൽകുന്ന ഒന്നാണ്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും റാഗി ഏറെ ആരോഗ്യകരമാണ്. റാഗി ധാന്യത്തിന്റെ ഏറ്റവും നല്ല ഗുണം ഇത് ഗ്ലൂട്ടൻ രഹിതമാണ് എന്നതാണ്. ഒരു കപ്പ് റാഗി പൊടിയിൽ 16.1 ഗ്രാം നാരുകൾ അഥവാ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഫൈബർ ഉള്ളടക്കം നമ്മളെ കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്താൻ സഹായിക്കുന്നു. അതിനാൽ അമിതഭക്ഷണം ഒഴിവാക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഇത് വിശപ്പ് കുറയ്ക്കുന്നതിനും തുടർന്ന് ശരീരഭാരം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. റാഗി ധാന്യവും കുടലിന് വളരെ സഹായകരമാണ്. അതിന്റെ ലയിക്കാത്ത ഫൈബർ ഉള്ളടക്കത്തിന്റെ സഹായത്താൽ ധാന്യം ദഹനത്തെ ലഘൂകരിക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു. അതിനാൽ ആരോഗ്യകരവും മികച്ചതുമായ ദഹനവ്യവസ്ഥയ്ക്കായി റാഗിയെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. ഫിംഗർ മില്ലറ്റ് അതിവേഗം വളരുന്ന ഒരു ധാന്യവിളയാണ്. അത് 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ പാകമാകുകയും ചെയ്യുന്നു. ഇത് പൊതുവെ പ്രക്ഷുബ്ധമായ പ്രദേശങ്ങൾ, വഴിയോരങ്ങൾ, തീരങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. കിഴക്കൻ ആഫ്രിക്കയിലും തെക്കൻ ആഫ്രിക്കയിലും 1000-നും 2000-നും ഇടയിലുള്ള ഉയരത്തിലും ഹിമാലയത്തിൽ 2500 മുതൽ 3000 മീറ്റർ വരെയും ഇത് സാധാരണയായി കാണപ്പെടുന്നു. ഇത് ശരാശരി 23 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നന്നായി വളരുന്നു, പക്ഷേ തണുത്തതും ചൂടുള്ളതുമായ അവസ്ഥകളെ നേരിടാൻ കഴിയും. 500 മുതൽ 1000 മില്ലിമീറ്റർ വരെയുള്ള വാർഷിക മഴയാണ് അനുയോജ്യം. ഫിംഗർ മില്ലറ്റ് വെള്ളപ്പൊക്കത്തിൽ അസഹിഷ്ണുതയുള്ളവയാണ്, പക്ഷേ ചില വെള്ളക്കെട്ടുകളെ ചെറുക്കുന്നു.
കനത്ത മഴയുള്ള പ്രദേശങ്ങളിൽ ഇത് നന്നായി പ്രവർത്തിക്കില്ല, പക്ഷേ ഈർപ്പമുള്ള അവസ്ഥയാണ് ഇഷ്ടപ്പെടുന്നത്. 5 മുതൽ 7 വരെ pH വരെയുള്ള ഫലഭൂയിഷ്ഠമായ നല്ല നീർവാർച്ചയുള്ള മണൽ മുതൽ മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് ഫിംഗർ മില്ലറ്റ് ഇഷ്ടപ്പെടുന്നതെങ്കിലും ലാറ്ററിറ്റിക് അല്ലെങ്കിൽ കറുത്ത കനത്ത വെർട്ടിസോളുകളിൽ ഇത് വളരുകയും ക്ഷാരത്തോട് കുറച്ച് സഹിഷ്ണുത കാണിക്കുകയും ചെയ്യും. സോർഗം, പേൾ മില്ലറ്റ്, ഫോക്സ്റ്റെയിൽ മില്ലറ്റ് എന്നിവയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഫിംഗർ മില്ലറ്റ് 4ാമത്തെ മില്ലറ്റാണ്. 2006-ൽ ഫിംഗർ മില്ലറ്റ് ധാന്യ ഉൽപാദനം ഏകദേശം 4.5 ദശലക്ഷം ആയിരുന്നു. 2 ദശലക്ഷം ആഫ്രിക്കയിലും ബാക്കി ഏഷ്യൻ ഭൂഖണ്ഡത്തിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. എന്നിരുന്നാലും ഏഷ്യൻ ഉൽപാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിനിടെ ഇന്ത്യയിൽ പ്രതിവർഷം 50%, നേപ്പാളിൽ പ്രതിവർഷം 8%, ആഫ്രിക്കൻ ഉൽപാദനം മാറ്റമില്ലാതെ തുടരുന്നു.